അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻസ് പ്രകാരം നമ്മൾ പ്രസന്റ് ആണ്, വർത്തമാനകാലമാണ്. പക്ഷേ അതിൻ്റെ വെർബ് നോക്കുകയാണെങ്കിൽ, ക്രിയ നോക്കുകയാണെങ്കിൽ അത് പാസ്റ്റ് ആണ്. അതിൻ്റെ ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ അതിൻ്റെ റിട്ടേൺ ആണ് ഉപയോഗിക്കുക. ഗോ ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളായ വെറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ നമ്മൾ കുറച്ച് മനസ്സിലാക്കാണ്. അതായത് ആക്ഷൻ പ്രകാരം വെർബ് പ്രകാരം ടെൻസ് പാസ്റ്റ് ആണ്. അപ്പോൾ വെർബ് പ്രകാരം ടെൻസ് പാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ ടെൻസ് പാസ്റ്റിലാണുള്ളത്, കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞു നോക്കിയാൽ നമുക്ക് കിട്ടും, ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി എന്ന് പറയുന്നതിൻ്റെ മലയാള ആശയം ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ എഴുതിയിട്ടുണ്ടെന്ന് പറയൂ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ് ആണ്. ആക്ഷൻ പാസ്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ടെൻസ് ശരിക്കും അത് പാസ്റ്റ് ആണ്, ശരി, ക്രിയ. പിന്നെ എന്തുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് ഇതിനെ വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, അവിടെയാണ് നമ്മൾ ആ ഒരു ഈ ടെൻസിന്റെ ഇമ്പോർട്ടൻസ് ആയ ഒരു കാര്യം, ഇതിൻ്റെ ശരിക്കും നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയാണ്. അതിതാണ്, ഈ ടെൻസിൽ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച അതെത്ര മുമ്പുമാകാം, 1 വർഷം മുമ്പിലാകാം, 2 വർഷം മുമ്പിലാകാം, 5 മിനിറ്റ് മുമ്പിലാകാം, പാസ്റ്റിൽ നടന്ന ഒരു പ്രവൃത്തിയുടെ എഫക്റ്റ്, ഫലം നമ്മൾ വർത്തമാന കാലത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ്